ഓസ്ട്രേലിയയ്ക്ക് എതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഉജ്ജ്വല തുടക്കമായിരുന്നു ടീം ഇന്ത്യക്ക് ലഭിച്ചത്. പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ 295 റൺസിന് ഇന്ത്യ ആതിഥേയരെ തകർത്തു. ഓസ്ട്രേലിയയ്ക്ക് ഒരവസരം പോലും നൽകാതെയായിരുന്നു ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യയുടെ വിജയം. ഏതാനും സീനിയർ താരങ്ങൾ ഇല്ലാതെ ഇറങ്ങിയിട്ടും ഇതുപോലൊരു വമ്പൻ വിജയം നേടാനായത് ഇന്ത്യക്ക് സമ്മാനിക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഡിസംബർ 6-ാം തീയതി അഡ്ലെയ്ഡ് ഓവലിലാണ് പരമ്പരയിലെ രണ്ടാം ടെസ്റ്റ് ആരംഭിക്കുന്നത്. ഡേ നൈറ്റ് ടെസ്റ്റ് മത്സരം കൂടിയാണത്. ആദ്യ കളിയിൽ ടീമിൽ ഇല്ലാതിരുന്ന ചില പ്രധാന കളിക്കാർ ഈ മത്സരത്തിൽ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുമെന്ന കാര്യം ഉറപ്പാണ്. അതോടെ ഇപ്പോൾ ഇതാ രണ്ടാം ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് പ്രവചിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ഇതിഹാസ താരം സുനിൽ ഗവാസ്കർ. പിങ്ക് ബോൾ ടെസ്റ്റിനുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11നെയും ഇതിനൊപ്പം അദ്ദേഹം തെരഞ്ഞെടുത്തു കഴിഞ്ഞു. രണ്ടാം ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ഉറപ്പായും മടങ്ങിയെത്തുമെന്നാണ് സുനിൽ ഗവാസ്കർ പറയുന്നത്. നേരത്തെ രണ്ടാമത്തെ കുട്ടിയുടെ ജനനത്തെ തുടർന്നായിരുന്നു രോഹിത് ശർമ്മ ആദ്യ ടെസ്റ്റിൽ നിന്ന് വിട്ടുനിന്നത്. ശുഭ്മാൻ ഗില്ലിനാവട്ടെ പരിക്കാണ് തിരിച്ചടിയായത്. രോഹിത്തും ഗില്ലും മടങ്ങിയെത്തുന്നതോടെ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡറിലും വലിയ മാറ്റം വരുമെന്നാണ് ഗവാസ്കർ പറയുന്നത്. നേരത്തെ രോഹിത്തിന്റെ അഭാവത്തിൽ KL രാഹുൽ ആയിരുന്നു ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത്. രണ്ടാം ഇന്നിംഗ്സിൽ 77 റൺസ് നേടി താരം തിളങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ രോഹിത് ശർമ്മ ടീമിലേക്ക് തിരിച്ചു വരുന്നതോടെ രാഹുൽ 6-ാം നമ്പറിലേക്ക് മാറുമെന്നാണ് ഗവാസ്കർ പറയുന്നത്. രണ്ട് മാറ്റങ്ങൾ ടീമിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും അന്തിമ 11ലേക്ക് തിരിച്ചെത്തും. ബാറ്റിംഗ് ഓർഡറും മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രോഹിത് ശർമ്മ ഓപ്പണിംഗിൽ വരും. ശുഭ്മാൻ ഗിൽ 3-ാം നമ്പറിൽ ബാറ്റ് ചെയ്യും. പടിക്കലും ജൂറലും ടീമിൽ നിന്ന് പുറത്താകും. രാഹുൽ 6-ാം നമ്പറിൽ ബാറ്റ് ചെയ്യും എന്നായിരുന്നു സുനിൽ ഗവാസ്കർ പറഞ്ഞത്. രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിൽ വരാൻ സാധ്യതയുള്ള മറ്റൊരു മാറ്റമായി സുനിൽ ഗവാസ്കർ ചൂണ്ടിക്കാട്ടുന്നത് രവീന്ദ്ര ജഡേജയുടെ ഉൾപ്പെടുത്തലാണ്. ആദ്യ ടെസ്റ്റിൽ കളിച്ച വാഷിംഗ്ടൺ സുന്ദറിന് പകരക്കാരനായി ജഡേജ ടീമിലേക്ക് വന്നേക്കുമെന്നാണ് ഗവാസ്കറിന്റെ പക്ഷം. രോഹിത് ശർമ്മ, യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, ഋഷഭ് പന്ത്, KL രാഹുൽ, രവീന്ദ്ര ജഡേജ, നിതീഷ് കുമാർ റെഡ്ഡി, ഹർഷിത് റാണ, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് എന്നിവരാണ് സുനിൽ ഗവാസ്കർ തെരഞ്ഞെടുക്കുന്ന ഇന്ത്യൻ പ്ലേയിങ് 11ൽ ഉൾപ്പെട്ടവർ.